മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്മസ് ദിനമാണല്ലോ. ക്രിസ്മസ് എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ദിനം. ആഘോഷം എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഘോഷം എന്താണെന്ന് അറിയാം. ക്രിസ്ത്യാനികളും അല്ലാത്തവരുമൊക്കെ പല രീതിയിലുള്ള ആഘോഷങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഈ ആഘോഷങ്ങളെല്ലാം തന്നെ എക്സ്റ്റേണലായിട്ടുള്ള പല കാര്യങ്ങളാണ്. ഭക്ഷണം, അല്ലെങ്കിൽ കൂടിവരവ്, അല്ലെങ്കിൽ ചർച്ചിലൊക്കെ പോയി ഒരു ആരാധനയിൽ സംബന്ധിപ്പ്, അന്യോന്യം വിഷ് ചെയ്യുന്നു, ഇന്ന് സ്പെഷ്യലായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നു. സ്റ്റാർ തൂക്കുന്നവരൊക്കെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അതിൻ്റെയൊക്കെ പരിസമാപ്തി വരുന്നു. ഇതൊക്കെയാണ് ക്രിസ്മസ് ആഘോഷങ്ങളായിട്ട് കാണുന്നത്. റാലികൾ, അതുപോലെ പബ്ലിക് മീറ്റിങ്ങുകൾ, ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകൾ, കരോൾ സിംഗിങ്, കരോൾ രാവ്, ക്രിസ്മസ് നൈറ്റ്സ്, ഇതൊക്കെയാണ് പൊതുവായിട്ട് കാണുന്നത്. എന്നാൽ ഇത് മഹാസന്തോഷ ദിനമാണ്. അതുകൊണ്ടാണ് അതങ്ങനെ നമ്മൾ ആഘോഷിക്കുന്നതിൻ്റെ കാരണം. ലൂക്കോസ് 2-ാം അധ്യായത്തിൽ ഏഞ്ചൽസ് പറഞ്ഞ വാക്യമാണ്, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അതാണ് ആഘോഷത്തിൻ്റെ കാരണം. അതിൽ സർവ്വജനത്തിനും ഉള്ളൊരു വേർഡ് പ്രധാനപ്പെട്ടാണ്. റോമൻ എംപയറിൻ്റെ കീഴിൽ യഹൂദന്മാർ അവിടെ ഉണ്ടായിരുന്നു. യഹൂദന്മാർക്ക് വേണ്ടി സെലക്ട് ചെയ്ത ഒരു മശിഹ ആണ് ശരിക്കും അവിടെ ജനിച്ചത്. എന്നാൽ യഹൂദന്മാർ അത് തിരിച്ചറിഞ്ഞില്ല, യഹൂദന്മാർ അത് അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ നിന്നുള്ള അനൗൺസ്മെൻ്റ് അവിടെ വന്നത് സർവ്വജനത്തിനും, നോട്ട് ഓൺലി ഫോർ ജ്യൂസ്, ഫോർ ദ എൻറ്റയർ വേൾഡ്, എല്ലാ ജനങ്ങൾക്കും. എൻ്റെ സന്നിധിയിലെ വലിയ സന്തോഷമാണ് ദൂതന്മാർ നോക്കിക്കൊണ്ടിരുന്ന സന്തോഷം. അതെന്താണ് വലിയ സന്തോഷം? ദൈവവും മനുഷ്യനുമായിട്ടുള്ള വ്യക്തിബന്ധം, കൂട്ടായ്മ, അതാണ് സന്തോഷം. എല്ലാ ദിവസവും ആദാമും ഹവ്വായും തോട്ടത്തിൽ ഉള്ള സമയത്ത് ദൈവം അവരോടൊപ്പം നടക്കുന്ന ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. അന്യോന്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അന്യോന്യം സംസാരിക്കുകയും അവരുമായിട്ട് ചേർന്ന് ജീവിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്ന വലിയ അനുഭവം. അത് പാപത്താൽ ഇല്ലാതെയായി. ദൈവത്തിൻ്റെ തേജസ് ഈ മനുഷ്യനിൽ നിന്ന് ഇല്ലാതെ പോയി. ആ തേജസ്സിനെ വീണ്ടും അവരിലേക്ക് കൊടുക്കാനായിട്ട് ദൈവം യുഗായുഗങ്ങളിലായിട്ട് പദ്ധതി ഇട്ടതാണ് ഇപ്പോഴേ കാലത്തിൻ്റെ തികവിൽ ഫുൾഫിൽ ആവുന്നത്. അതാണ് സ്വർഗത്തിലുള്ള വലിയ മഹാസന്തോഷം. ദൈവത്തിൻ്റെ പദ്ധതി ഫുൾഫിൽ ചെയ്യാൻ പോകുന്നതിൻ്റെ മഹാസന്തോഷം. അതെന്താണ് മഹാസന്തോഷം? വീണ്ടും മനുഷ്യൻ ദൈവവുമായിട്ട് കൂട്ടായ്മയിൽ വരുന്നു എന്നുള്ളത്. ഉൽപ്പത്തി പുസ്തകം 3:15 ദൈവം പറഞ്ഞൊരു വേർഡാണ്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതി അവിടെ സ്പെസിഫിക്കായിട്ട് പറയുന്നൊരു കാര്യമാണ്, സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നത്. പുരുഷൻ അതിനകത്ത് യാതൊരു റോളുമില്ലേ. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വെളിപ്പാട് കഴിഞ്ഞ ദിവസം സംസാരിച്ചു. മറിയയുമായിട്ട് ദൈവം ഇൻട്രാക്ട് ചെയ്യുന്നത്, ഗബ്രിയേൽ ദൂതനെ അയച്ച്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ ഇൻവോൾവ്മെൻറ്റിനാൽ കന്യകയായ മറിയ ഗർഭം ധരിച്ചു. അതെങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ ഇൻവോൾവ് ചെയ്ത് ഗർഭം ധരിക്കുന്നത്? ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുകയല്ല, ദൈവം മനുഷ്യനായി ജഡത്തിൽ വെളിപ്പെടുകയാണ് ചെയ്തത്.
ദൈവം മനുഷ്യനായി യേശുക്രിസ്തുവിൽ കൂടി നമ്മുടെ ഇടയിൽ നടന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ പരിശുദ്ധ പ്രേരിതമായിരുന്നു, പരിശുദ്ധാത്മാവിനാലായിരുന്നു. എക്സും വൈയും ക്രോമസോം ചേർന്നുള്ളൊരു പ്രക്രിയയല്ല അത് നടന്നത്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട് യേശുവിൻ്റെ രക്തത്തിൽ മാനുഷികമായിട്ടുള്ള കലർപ്പ്, രക്തത്തിൻ്റെ കലർപ്പില്ലാതെ ഇരിക്കാൻ, ആദാമ്യ പാപം മാറുവാനായിട്ടുള്ള യാഗമായി തീരുവാൻ യേശു ഈ ലോകത്തിൽ ജാതനായി തീർന്നു. അതാണ് ക്രിസ്മസ്. ഒന്നുകൂടെ ഞാനത് വീണ്ടും വിവരിച്ച് പറയാം. ആദാമ്യ പാപം, ആദാമിൽ കൂടി ഇൻഹെറിറ്റ് ചെയ്ത മനുഷ്യകുലത്തിൽ വന്ന പാപം, അത് മാറ്റുവാനായിട്ട് ദൈവം പറഞ്ഞ പ്രക്രിയയാണ് യാഗം കഴിക്കുക എന്നുള്ളത്. ആ യാഗം, രക്തത്താലുള്ള ക്ലീനിങ് അല്ലെങ്കിൽ വിടുതൽ, അതിനുവേണ്ടി യേശുക്രിസ്തു പാപമില്ലാത്ത രക്തവുമായി ഈ ലോകത്തിൽ വന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ഇൻ്റർഫെൻസിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ മറിയ ഗർഭിണിയായി. മറിയയുടെ രക്തവും യേശുവിൻ്റെ രക്തവും കലർന്നിരുന്നില്ല. 1976 അത് പ്രൂവ് ചെയ്യപ്പെട്ട ഒന്നാണ്. കുഞ്ഞിന് പ്ലാസൻ്റയിൽ കൂടി, പുക്കിൾ വഴിയിൽ കൂടി ന്യൂട്രിയൻസ് ആണ് കുഞ്ഞിന് കിട്ടുന്നത്. അവിടെ അമ്മയുടെ രക്തവും കുഞ്ഞിൻ്റെ രക്തവും ഇടകലരുന്നില്ല എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് യേശുവിൻ്റെ രക്തത്തിൽ പാപത്തിൻ്റെ യാതൊരു കണികളുമില്ലായിരുന്നു. അത് ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് വെച്ചാൽ ആളുകളുടെ പാപം കഴുകിക്കളയാനായിട്ട് പാപമില്ലാത്ത രക്തം ഉപയോഗിക്കാമെന്ന് പ്രൂവ് ചെയ്യപ്പെടുകയാണ് സയൻസ് ചെയ്തത്. യേശു, അതാണ് വെർജിൻ ബർത്ത് എന്ന് പറയുന്നതിൻ്റെ കാര്യം. അതിനുള്ള പാപത്തിന് വിടുതൽ തരുവാനായിട്ട് ദ സാൽവേഷൻ അൾട്ടിമേറ്റ്ലി ഹാസ് ടു കം ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നായിരിക്കണം സാൽവേഷൻ വരേണ്ടത്. കാരണം ദൈവത്തിന് മാത്രമേ അത് പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. വെർജിൻ ബർത്തിൽ കൂടി ആ ഫുൾ ഡെയിറ്റി ആൻഡ് ഫുൾ ഹ്യൂമാനിറ്റി ഈസ് സീൻ ഇൻ വൺ പേഴ്സൺ. ഒരു വ്യക്തിയിലെ ആ പൂർണ്ണ ദൈവത്വവും പൂർണ്ണ മനുഷ്യത്വവും ആ വെർജിൻ ബർത്തിൽ കൂടി പോസിബിളാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് വെർജിൻ ബർത്ത് മെയ്ഡ് പോസിബിൾ ക്രൈസ്റ്റ് ട്രൂ ഹ്യൂമാനിറ്റി വിത്തൗട്ട് ഇൻഹെറിറ്റഡ് സിൻ. ആദാമ്യ പാപം വഴി ഇൻഹെറിറ്റ് ചെയ്ത ഒരു ഹ്യൂമാനിറ്റി അല്ലായിരുന്നു ക്രൈസ്റ്റ് ട്രൂ ഹ്യൂമാനിറ്റി. അവൻ ദൈവീകമായിട്ടുള്ള ഔന്നത്യം വെടിഞ്ഞ് ദാസ്യവേഷം എടുത്ത് ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാനാണ്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് സാത്താനായിട്ടുള്ള സർപ്പത്തിൻ്റെ തല സ്ത്രീയുടെ സന്തതിയായ യേശു തകർക്കും എന്ന് പറഞ്ഞ ആ പ്രോമിസ് ജനസിസിൽ പറയുന്നു. സാത്താന് ഇന്നും മനുഷ്യരെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ തന്ത്രങ്ങളെ നാം അല്ലല്ലോ. 2 കൊരിന്ത്യർ 2:11 പറയുന്ന അവൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. അതുകൊണ്ട് അവൻ്റെ തന്ത്രങ്ങളെ നമ്മൾക്ക് ജയിക്കുവാനായിട്ട് ഇന്ന് ആകെ നമുക്ക് കൈവശമുള്ളത് എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ജീവനും അവൻ്റെ ടീച്ചിങ്ങുമാണ്. അത് അന്ന് യഹൂദന്മാർക്ക് വേണ്ടി ദൈവം മെസ്സിയായിട്ട് വന്നതാണ്. എന്നാൽ യഹൂദന്മാരത് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അത് 2-3 ഉദാഹരണങ്ങൾ അതിന് പറയാം. 2-3 ഉദാഹരണങ്ങൾ അതിന് ഞാൻ പറഞ്ഞു തരാം. യഹൂദന്മാർക്ക് അറിയാമായിരുന്നു യേശു ദൈവപുത്രനാണെന്നും അവൻ ഈ ലോകത്തിലെ പാപങ്ങൾക്ക് വേണ്ടി വന്നതാണെന്നും അവർക്കറിയാമായിരുന്നു. മീഖ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അവൻ ബേത്ലഹേമിൽ ജനിക്കും എന്നവർക്കറിയാമായിരുന്നു. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കിഴക്ക് നിന്ന് വിദ്വാൻമാർ വരുന്നതായിട്ട് കാണുന്നു. അവരെ ഗൈഡ് ചെയ്യുന്നത് എന്താണ്? സ്റ്റാറാണ് ഗൈഡ് ചെയ്യുന്നത്. ഏകദേശം 2 വർഷം അവർ ട്രാവൽ ചെയ്തു അവിടെ എത്താനായിട്ട്. 2 വർഷം ട്രാവൽ ചെയ്തപ്പോൾ അവരുടെ ട്രാവൽ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം. രാത്രിയിലാണ് സ്റ്റാർ ഗൈഡ് ചെയ്യുന്നത്. രാത്രിയിൽ അവർ ട്രാവൽ ചെയ്യും, പകൽ മിക്കവാറും അവർ ഉറങ്ങും. അങ്ങനെ അവർ ട്രാവൽ ചെയ്ത് 2 വർഷം
ഈ ഒട്ടകത്തിൻ്റെ മുകളിലും ഒക്കെയായിട്ട് മരുഭൂമിയിൽ കൂടിയൊക്കെ ട്രാവൽ ചെയ്ത് അവസാനം ബേത്ലഹേമിൽ വന്നപ്പോൾ സ്റ്റാർ അവിടെ നിന്നു. നോർമലി അത് അവർക്ക് വാനനിരീക്ഷണം അങ്ങനെയുള്ള ശാസ്ത്രങ്ങളൊക്കെ അറിയാവുന്ന വിദ്വാൻമാർ അവർക്ക് മനസ്സിലായി ഇവിടെ എവിടെയോ രാജാവ് ജനിച്ചിട്ടുണ്ട്. അവരന്വേഷിച്ചപ്പോൾ ഇതാരാ, യഹൂദന്മാർ പാർക്കുന്ന സ്ഥലമാണത്. അതുകൊണ്ടാണ് അവർ രാജാവ് ജനിക്കുന്ന എവിടെയാണ്, രാജകൊട്ടാരത്തിലാണ്. അതുകൊണ്ടാണ് ഹെരോദാവിൻ്റെ അരികെ അവരൊന്ന് ചോദിച്ചത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിക്കുന്നത്. സ്വാഭാവികമായും കൊട്ടാരത്തിലാണ് രാജാവ് ഉണ്ടാവുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഉടൻ തന്നെ എന്താ സംഭവിച്ചത്? ഉടൻ തന്നെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാവരെയും പെട്ടെന്ന് തന്നെ കൂട്ടിവരുത്തി, രാജാവ് കൂട്ടിവരുത്തി. ഹെരോദാവ് ചോദിക്കുന്ന ചോദ്യം വലിയ പ്രസക്തമാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴവർ റെഡിമെയ്ഡ് ആൻസർ കൊടുക്കുകയാണ്. അവരവരോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ. ഉടനെ അവരുടെ ആൻസർ ബൈ ഹാർട്ടായിട്ട് അവർ പറയുകയാണ്. അവർ ഉടനെ ഡിസ്കസ് ചെയ്തെന്നല്ല പറയുന്നത്, അവർ ഉടനെ ഉത്തരം പറയാണ്, യഹൂദയുടെ ബേത്ലഹേമിൽ തന്നെ ക്രിസ്തു. അവൻ്റെ ചോദ്യം അതാണ്, ക്രിസ്തു എവിടെ ജനിക്കും? മശിഹയെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്കറിയാമായിരുന്നു ക്രിസ്തു ബേത്ലഹേമിൽ ജനിക്കും എന്നുള്ളത്. എന്നാൽ അവരവിടെ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് കാണുന്നത്. യെശയ്യാവ് 7:14 കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്നുള്ള പ്രോഫസി അവിടെ നിലനിൽക്കുകയാണ്. ആ സമയത്ത് അവർക്കറിയാം, ഓൾറെഡി 600 വർഷത്തിന് മുമ്പ് യെശയ്യാ പ്രവചിച്ചിട്ടുണ്ട്. അതവർക്കറിയാവുന്ന കാര്യമാണ്. ഇതെല്ലാം അറിയാം ആയിട്ടും ഒരുപാട് പഴയ നിയമത്തിലുള്ള പ്രോഫസീസ് ഉണ്ട്. അതെല്ലാം അവർക്കറിയാം. അവരെ കൊല്ലുന്ന കാര്യം, 2 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊല്ലുന്ന കാര്യം, രാജാവ് കഴുതപ്പുറത്ത്, സക്കറിയ പ്രവചനത്തിൽ പറയുന്ന രാജാവ് കഴുതപ്പുറത്ത് കയറുന്ന കാര്യം, അതുപോലെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുന്ന കാര്യം സക്കറിയ പ്രവചനത്തിൽ, അതെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം അവർക്ക് അറിയാമായിരിക്കാം. നമ്മളത് അവിടെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാനിപ്പോൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. എന്നാൽ യേശു ബേത്ലഹേമിൽ ജനിക്കും എന്ന് അവർക്കറിയാമായിരുന്നു. എന്നാൽ അവർ അത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു ഈ ക്രിസ്മസ് എന്ന് പറയുന്ന ഈ ദിനത്തിൽ ബേത്ലഹേമിൽ പൂജാതനായി. സർവ്വജനത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം. അതെന്താണ് മഹാസന്തോഷം വരാനുള്ള കാര്യം? നേരത്തെ ഞാൻ പറഞ്ഞു, സാത്താൻ്റെ തല തകർത്ത് സർവ്വജനത്തെയും രക്ഷയിലേക്ക് നടത്തുവാനായി ദൈവത്തിൻ്റെ പദ്ധതി. അത് അറിയാവുന്ന ആർക്കാണ്? ഈ ലോകത്തിലുള്ളവർക്കറിയാം, യഹൂദന്മാർക്കെന്നറിയാം. ബാക്കി അറിയാവുന്ന ആർക്കാണ്? ഉയരത്തിലുള്ളവർക്കറിയാം. ഉയരത്തിലുള്ളവരെന്ന് പറഞ്ഞാൽ ദൂതന്മാർക്കറിയാം, ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് അവരെല്ലാം സന്തോഷിക്കുന്നത്. ആ സന്തോഷം അവർ അനൗൺസ് ചെയ്യാണ്. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ സന്തോഷത്തിനൊക്കെ ഉപരി ജയം എന്ന് പറയുന്നൊരു വാക്ക് കേൾക്കാൻ പോലുമില്ല എന്നുള്ളതാണ്. ഈ സാത്താനെ ജയിക്കുന്ന ഒരു അനുഭവം ഇന്നില്ല എന്നുള്ളതാണ്. എല്ലായിടും പല കാര്യങ്ങളുണ്ട്, പ്രൈസ് ആൻഡ് വർഷിപ്പ്, കുംഭസാരം എല്ലാം ഉണ്ട്. എന്നാൽ ജയം കാണുന്നില്ല എന്നുള്ളതാണ്. ജയം ഉള്ളിടത്താണ് കിരീടമുള്ളത്. ജയിക്കുമ്പോഴാണ് കിരീടം കിട്ടുന്നത്. കിരീടം ഉള്ളപ്പോഴാണ് മഹാസന്തോഷമുള്ളത്. അതുകൊണ്ട് നമ്മളെല്ലാം ദൈവം ഈ ക്രിസ്മസിലുള്ള ഒരു മെസ്സേജായിട്ട് പറയാനായിട്ടുള്ളത്, നമ്മളെല്ലാവരും ജയം ഏറ്റെടുക്കേണ്ട, വിക്ടോറിയസ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ആയിരിക്കണം എന്നുള്ളതാണ്. അതാണ് മഹാസന്തോഷമായിട്ട് പറയാനുള്ളത്. അതെങ്ങനെയാണ് വരുന്നത്? പാപത്തിൽ നിന്നുള്ള, അന്ധകാരത്തിൽ നിന്നുള്ള ലിബറേഷൻ, അതിൽ നിന്നുള്ള ബോണ്ടേജിൽ നിന്നുള്ള വിടുതൽ. അത് വരുമ്പോഴേ ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ നമ്മളെപ്പോഴും ജീവിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ സന്തോഷം. മനുഷ്യനെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിർത്തുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സന്തോഷം. മനുഷ്യൻ്റെ സന്തോഷം എന്താണ്? എൻ്റെ പാപത്തിൻ്റെ എല്ലാ അന്ധകാരത്തിൽ നിന്നും എന്നെ വിടുവിച്ച് വിക്ടോറിയസ് ആയിട്ട് ഞാൻ ജീവിക്കുന്നു എന്നുള്ളതാണ് മഹാസന്തോഷം. ഈ മഹാസന്തോഷമാണ് നമുക്ക് ക്രിസ്മസിന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ഈ മഹാസന്തോഷത്തിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. അതുകൊണ്ട് വെറുതെ ഒരു തിന്നു കുടിച്ച് അല്ലെങ്കിൽ മതിച്ച് ഈ ലോകപ്രകാരം ഒക്കെ എന്തെങ്കിലും കാണിക്കുന്നതല്ല ക്രിസ്മസ് എന്ന് പറയുന്നത്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി യേശു ഈ ലോകത്തിൽ ജനിച്ചു, അവനെ വന്നു, എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു.
അവൻ്റെ ശക്തിയിൽ ഞാൻ ജയാളിയായിരിക്കും എന്നുള്ള വലിയ സന്തോഷം. ആ സന്തോഷം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് ഈ പകൽക്കാലം ആ വലിയ മഹാസന്തോഷത്തിലേക്ക് കടന്നു വരണമേ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അത് വരുമ്പോഴെന്താണ് സംഭവിക്കുന്നത്? സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും നമ്മൾ മാറിക്കൊണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ജയാളിയായി മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തീർച്ചയായും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾ എല്ലാ ദിവസവും വാച്ച് ചെയ്യണം. ക്രിസ്മസിനെ പോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഡേയ്സിലുള്ള മെസ്സേജസും പ്രധാനപ്പെട്ടതാണ്. അതിനകത്ത് വലിയ വലിയ സത്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കുകയും ദൈവം നമ്മളെയൊക്കെ അതിൽ കൂടി അനുഗ്രഹിക്കുകയും ചെയ്യും. ഇതെല്ലാ ദിവസവും 9 തൊട്ട് 10 മണി വരെ ഉണ്ട്. അത് വാച്ച് ചെയ്യണം. തീർച്ചയായും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമൻസ് അതിനകത്ത് യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതുകയും അതുപോലെ പ്രയർ റിക്വസ്റ്റ് വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ തരികയും ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുമല്ലോ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് ഇത് ചില ആളുകൾ അത് റെഗുലറായിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരോട് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായും അതിനകത്തുള്ള ആ ബെൽ ബട്ടണിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്കത് കിട്ടും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് ക്രിസ്മസ് ദിനമാണല്ലോ. ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങളെല്ലാം ക്രിസ്മസ് ആഘോഷിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് സർപ്പത്തിൻ്റെ തല തകർക്കുന്ന വലിയ അനുഭവമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, അതിനുവേണ്ടി യേശു ഈ ലോകത്തിലേക്ക് ഭൂജാതനായത് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു സമയമാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിലും ക്രിസ്തു ജനിക്കുവാനായിട്ടുള്ള വലിയ അനുഭവങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്രിസ്മസ് ദിനത്തിലും സന്തോഷമില്ലാതെ, നിരാശയിലും പ്രത്യാശയില്ലാതെ, ബോണ്ടേജിലും ആയിരിക്കുന്ന വ്യക്തിത്വങ്ങളെ ഇന്ന് ഇത് ശ്രദ്ധിക്കുന്നു. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, ദൈവം കൊടുത്ത മഹാസന്തോഷം അവരുടെ ഹൃദയങ്ങളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിലുള്ള വലിയ സന്തോഷം, അത് നീ വന്നത് കർത്താവെ ഞങ്ങളുടെ ബോണ്ടേജ് മാറ്റാനായിട്ടാണ്, ഞങ്ങളെ വീണ്ടെടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. നീ കർത്താവെ ആ രക്തം കൊടുത്ത് പർച്ചേസ് ചെയ്ത ഒരു വലിയ സഭയാണ് ഞങ്ങൾ കർത്താവെ. അത് ഞങ്ങൾ തിരിച്ചറിയുവാനായിട്ട് ഈ ദിവസങ്ങൾ ഞങ്ങളെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതികൂല അവസ്ഥകളിൽ നിന്നും നീ ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. ജീവിതത്തിലെ പല പ്രതികൂലങ്ങൾ കടന്നു പോകുന്നവർ ഇത് വാച്ച് ചെയ്യുന്നു. ദൈവമേ, ആ പ്രതികൂലങ്ങളിൽ നിന്ന് നീ അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങൾ കേസ് കൊടുത്തിരിക്കുന്ന കർത്താവെ, കോടതിയിൽ കയറ്റിയിരിക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ കർത്താവെ. ആ കോടതി കേസുകളൊക്കെ കർത്താവെ ഈ ദിവസങ്ങളിൽ ഇല്ലാതെയായി പോകാനായിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ഇല്ലാതെയായി പോകട്ടെ. അതിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കുകയും അത് കർത്താവെ സമാധാനം കൊടുക്കുകയും കർത്താവെ അവരെ രമ്യതയിലായി തീരുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തിത്വങ്ങളെ ദൈവം കാണിക്കുന്നു. ഈ നഷ്ടപ്പെട്ടു പോയത് എന്തായാലും അവർക്ക് തിരികെ മടക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കർത്താവെ. എന്തായാലും അതെല്ലാം മടക്കി കൊടുത്ത് ആ പഴയ അനുഭവത്തിലേക്ക് കർത്താവെ അവരെ നടത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം ഈ രാത്രികാലം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നിങ്ങളിത് വാച്ച് ചെയ്യണം. എല്ലാ ദിവസവും നിങ്ങൾക്കിത് ശ്രദ്ധിക്കാമല്ലോ. നമുക്ക് നമ്മുടെ പ്രയർ റിക്വസ്റ്റുകൾ ഇതിനകത്ത് കാണുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരികയും ചെയ്യാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.